അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിശ്വാസിയായ ഒരു വ്യക്തിക്ക് വേണ്ടി പാപമോചനം കൊണ്ട് ദുആ ചെയ്യാൻ പറ്റുമോ? അവിശ്വാസിയായ ഒരു വ്യക്തി മുസ്ലിമിന് വേണ്ടി പ്രാർത്ഥന നടത്തിയാൽ ആമീൻ പിടിക്കാൻ പറ്റുമോ എന്ന വിഷയമാണ് ഹ്രസ്വമായ രൂപത്തിൽ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഷാഫിഈ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായമനുസരിച്ച് ഫലാ യജൂസു ദുആഉ ബിൽ മഗ്ഫിറത്തി ലിമൻ മാത കാഫിറ, അവിശ്വാസിയായി മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് വേണ്ടി പാപമോചനം കൊണ്ട് പ്രാർത്ഥന നടത്തൽ അനുവദനീയം അല്ല. ലിഅന്ന ദുആഅ ലഹു ബിൽ മഗ്ഫിറത്തി ഹറാമുൻ ബിനസ്സിൽ ഖുർആനി വൽ ഇജ്മാഅ, വിശുദ്ധ ഖുർആൻ കൊണ്ടും അതുപോലെ കാലഘട്ട ഇമാമുകളുടെ ഏകോപന അഭിപ്രായം കൊണ്ടും അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഇമാമുകൾ പറഞ്ഞു, അമ്മ ഇദാ ദഅൽ കാഫിറു ബിഖൈരിൻ ലിൽ മുസ്ലിമി, ഒരു മുസ്ലിമായ വ്യക്തിക്ക് വേണ്ടി ഒരു അവിശ്വാസിയായ മനുഷ്യൻ പ്രാർത്ഥന നടത്തിയാൽ, നല്ല കാര്യം കൊണ്ട് പ്രാർത്ഥന നടത്തി, ഫിൽ ഇസ്തിസ്ഖാഇ വനഹ്വിഹി, മഴയെ തേടുന്ന കാര്യത്തിൽ അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യത്തിൽ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ഫയുശ്റഉ ലിൽ മുസ്ലിമി അത്തഅ്മീനു അലൈഹി, ഉണ്ടോ, ആ അവിശ്വാസിയായ വ്യക്തി നടത്തിയ പ്രാർത്ഥനയ്ക്ക് മുഅ്മിന് ആമീൻ എന്ന് പറയൽ വരെ അനുവദനീയമാണ്. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞത്, ഇദാ ലം യകുൻ ഫീഹി ദഅവത്തുൻ ലിഗൈരില്ലാഹ് ഔ ഇഅ്സാസുൻ ലിൽ കാഫിരി, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അതിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവിശ്വാസിയെ ഔന്നിത്യപ്പെടുത്തൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആമീൻ വരെ എന്ത് ചെയ്യാം? പറയാം. ഇന്നിപ്പോൾ ചർച്ച മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ നടത്തിയ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം വഴിപാടാണ് നടത്തിയത്, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ചാണ്. വഴിപാട് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വിശ്വാസി ഏൽപ്പിക്കാൻ പാടില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ വഴിപാട് നടത്തിക്കോട്ടെ. ഇനി മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി, ദൈവം തമ്പുരാൻ അങ്ങയുടെ മമ്മൂച്ചാൻ എന്താ ആൾ വിളിക്കുന്നത് എങ്ങനെയാണ്, ഇച്ചാക്കാൻ്റെ രോഗം മാറ്റട്ടെ എന്ന് പറഞ്ഞാൽ ആമീൻ പറയാം. അത് കേൾക്കുന്നവർക്ക് ആമീൻ പറയാൻ എന്താ പ്രശ്നം ഇല്ല. നേരെ മറിച്ച് ശ്രീകൃഷ്ണൻ മാറ്റിത്തരട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേരെടുത്തിട്ടാണ് പറയുന്നതെങ്കിൽ ആമീൻ പറയാനും പോണ്ട, എതിർക്കാനും പോണ്ട. അവരുടെ വിശ്വാസം അനുസരിച്ച് എന്താണ്, അവർ വഴിപാടോ എന്താണെന്ന് വെച്ച് നടത്തട്ടെ. എന്താ പ്രശ്നം? ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യമാണ്, ഒന്നും പ്രശ്നമുള്ള കാര്യം അല്ല. ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി എന്തൊക്കെയോ ആക്കി കൂട്ടിത്തീർക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഹാർദ്ദത്തിലുള്ള ഒരു ജീവിതം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.